ഇത് ഞങ്ങൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പൊന്മുടി പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എടുത്ത വീഡിയോ ആണ്. 1.5 ദിവസത്തെ ടൂറ്. ചൊവ്വാഴ്ച ഒരു ദിവസം ഫുൾ അവിടെ നിന്ന് ബുധനാഴ്ച ഉച്ചയായപ്പോഴേക്കും തിരിച്ചു പോരുന്നു. പിന്നെ പൊന്മുടി എന്ന് പറയുമ്പോഴേ കോടമഞ്ഞാണല്ലോ കാണുന്നത്. ഇത് മൊത്തം കാണുന്ന കോടമഞ്ഞാണ്. ഈ താഴെ കാണുന്നതൊരു ഹോട്ടലല്ല, നമ്മൾക്ക് ചെന്ന ഉടനെ ചായയൊക്കെ കുടിക്കാനുള്ളൊരു സ്ഥലമാണ്. വാഷ്റൂമും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ പോയതാണ്. ഞങ്ങൾ 3 ഫാമിലി, 3 ഫാമിലിയും അവരുടെ പിള്ളേരും. അങ്ങനെ ബസ് റൂട്ടൊക്കെ ഉണ്ട് ആൾക്കാരെ കൊണ്ടുപോകാൻ. ഈ ബസ്സാണ് കാണുന്നത്. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന സ്ഥലങ്ങൾ. മൊത്തം മലനിരകളാണ്. അവിടെയൊക്കെ കോടമഞ്ഞുണ്ട്. ഇതൊക്കെ ഫുൾ കോടമഞ്ഞാണ്. ഞങ്ങൾ പോയ വഴിക്കെല്ലാം നല്ല മഴയായിരുന്നു. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴേക്കും നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ റൂം. ഇത് ഞങ്ങൾ ചെന്നിട്ട് 3 റൂം എടുത്തായിരുന്നു. 3 പേരാണ് പോയത്, 3 ഫാമിലി. ഇത് ഒരു ഫാമിലിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ റൂമിലുണ്ട്. TV, ഫോണ്, റിസപ്ഷനിലോട്ട് വിളിക്കാൻ നമുക്ക് ഫോണൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത യാത്രയായതുകൊണ്ട് ബ്രഷും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. അതൊക്കെ അവിടെ ഉണ്ട്. ബ്രഷ്, സോപ്പ്, ഷാമ്പു, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റൂമിൽ ടേബിളിൽ, അടിയിൽ കയറുന്ന റൂമിൽ ടേബിളിൽ ടീ ബാഗും പാൽപ്പൊടി, കോഫി പൗഡറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം. അല്ലാതെ തന്നെ അവിടെ ക്യാൻറ്റീനുണ്ട്. അന്ന് രാത്രിയിലത്തെ ഫുഡും രാവിലത്തെ ഫുഡും അവിടുത്തെ ക്യാൻറ്റീൻ എന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു ചെറിയൊരു ഹോട്ടൽ. അവരുടെ തന്നെ ഒരു ഫുഡ് കഴിക്കാൻ വന്ന അവിടെ ബഫേ സിസ്റ്റമാണ്. അങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്. റൂമൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട റൂമൊക്കെ. പിന്നെ ഇത് കബോർഡിനകത്തൊക്കെ നല്ല സൗകര്യമുണ്ട്. ഞങ്ങൾ പിന്നെ കബോർഡിനകത്ത് നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ബാഗൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ എടുത്തൊന്നും വെച്ചില്ല. എല്ലാം ബാഗിൽ തന്നെ വെച്ചിരുന്നു. കബോർഡിനകത്തുണ്ട്, നല്ല സൗകര്യമുണ്ട്. ബാത്റൂമിൽ വലിയൊരു മിററൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ആ ഇടയ്ക്കുള്ള ഒരു റൂമിലുണ്ട് വലിയൊരു മിററ്. നല്ല സൗകര്യമുള്ള ബാത്റൂം, എല്ലാം കൊള്ളാം. ഇത് ഞങ്ങളുടെ റൂമിൻ്റെ ബാക്ക് വശത്തെ വ്യൂ ആണ്. നല്ല ഭംഗിയാണ്. അവിടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നിടത്ത് 2 കസേരയൊക്കെ കിടത്തിയിട്ടുണ്ട്. അവിടെ പോയി നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഞാനും മോളൂടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്തു. നല്ല ഭംഗിയാണ്. അങ്ങോട്ട് താഴോട്ട് നോക്കിയാൽ കൊക്കയൊക്കെയാണ്. താഴോട്ട് റൂമുകളൊക്കെ ഉണ്ട്. അവിടെ പോയി ഇരുന്ന് നമുക്ക് കാഴ്ചയൊക്കെ ആസ്വദിക്കാം. ഇത് പിറ്റേന്ന് മോർണിംഗിലെ വ്യൂ കാഴ്ചയാണ്. അപ്പോഴും കോടമഞ്ഞുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ഒരു കസിൻ്റെ റൂം. ഇത് ഞങ്ങൾ പിന്നെ രാവിലത്തെ ഫുഡും ഒക്കെ കഴിഞ്ഞ് അവിടെ അടുത്ത് തന്നെ
ഒരു ഹോട്ടലുണ്ട്. ഈ തന്നെ ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഹോട്ടലും ഉണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. ഞങ്ങളോട് അടുത്തൊരു പാർക്കുണ്ടായിരുന്നു, അവിടെ പണിയുന്നേ ഉള്ളായിരുന്നു ആ പാർക്കിൽ. അതുകൊണ്ട് ടിക്കറ്റൊന്നും എടുക്കണ്ടായിരുന്നു. അന്നേരം അവിടെ കയറിയ ഉടനെ ഈ ഊഞ്ഞാല കണ്ടു. അന്നേരം മോനെ കയറ്റി കിടത്തിയതാണ് ആ ഊഞ്ഞാൽ കാണുന്നത്. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരുന്നുകൊണ്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു പാർക്കിൽ കളിക്കാൻ. പാർക്ക് കണ്ടപ്പോഴേക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എല്ലാവരും പോയി കളിക്കുന്നതാണ് ഈ വീഡിയോ. ഇത് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കുള്ള വീഡിയോ ആണ്. തിരിച്ച് പിറ്റേന്ന് രാവിലെ 10-10:30 തിരിച്ച് പോകുന്ന വഴിക്കുള്ള വീഡിയോ ആണ് ഇത്. നിറയെ തേയിലത്തോട്ടമാണ്. പിന്നെ തിരിച്ച് പോകുന്നവർക്ക് വേണമെങ്കിൽ ചായ കുടിക്കാനുള്ള കടകളൊക്കെയാണ് ഈ കാണുന്നത്. സ്നാക്സും ഒക്കെ കുഴിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞ് പെട്ടിക്കടകളാണ് കാണുന്നത്. നിറയെ തേയിലത്തോട്ടവും പിന്നെ ഈ അതുവഴി പോകുമ്പം ഈ ജാതിക്കയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. അവിടെ ജാതിമരമൊക്കെ കാണാം. ഒന്നും കണ്ടില്ല, പക്ഷെ നല്ല മണമുണ്ട് ആ വളവ് തിരിയുമ്പോൾ. ഇത് പിന്നെ ഈ താഴെ 22 വഴികളുണ്ട് മേലോട്ട് കയറിപ്പോവാൻ. എസ് വളവ് പോലെ വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന വഴികളാണ്. അങ്ങനെ 22 വഴി കയറിയിട്ടാണ് നമ്മൾ അങ്ങ് മേളിൽ ടോപ്പിലെത്തുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിതെല്ലാം. നിറയെ മലനിരകളും പിന്നെ കോടമഞ്ഞുമാണ് കാണുന്നത്. നല്ല നല്ല ഭംഗിയായ സ്ഥലങ്ങളാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ സ്ഥലത്ത്. 1.5 ദിവസം ഉള്ളായിരുന്നെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി സ്ഥലം. അപ്പോൾ ബൈ ബൈ.